ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളുടെ പ്രസ്താവന വന്നൊരു ദിവസം കൂടിയാണിത്. അപ്പോൾ എന്താണ് ഈ കരാറുമായി ബന്ധപ്പെട്ട് വരുന്ന മാറ്റങ്ങൾ, എന്തെല്ലാം പ്രധാനപ്പെട്ട ഇളവുകൾ ഏതെല്ലാം മേഖലകളിലൊക്കെ ഉണ്ടാകും, തീരുവയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇരു രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവന ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു കരാറുമായി ബന്ധപ്പെട്ട്. പ്രധാനമായും ഈ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ അത് കുറയുകയോ പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാർഷിക ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കുൾപ്പെടെ ഈ തീരുമാനം ബാധകമാകുന്നതായിരിക്കും. തീരുവയിൽ ഇളവ് അത് ഏതെല്ലാം പ്രധാനപ്പെട്ട മേഖലയിലാണ് എന്നൊക്കെ നോക്കാം. പ്രത്യേകിച്ച് സ്പിരിറ്റ്, വൈൻ, സോയാബീൻ, എണ്ണ തുടങ്ങിയവയ്ക്കൊക്കെ ഉള്ളതിൽ ഇതിൽ ബാധകമായി വരുന്നതായിരിക്കും. നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം, ഈ തീരുവയിൽ വരുന്ന കുറവ് അത് 50% നിന്നും ഇന്ത്യക്കുള്ള തീരുവ 18% കുറച്ചിരിക്കുന്നു അമേരിക്ക എന്നുള്ളതാണ് ഈ കരാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നിൽക്കുന്നത്. അപ്പോൾ ഒരു അന്തിമ രൂപമാകുമ്പോൾ, പ്രധാനപ്പെട്ട ആ ഒരു അന്തിമ രൂപം എന്നുള്ള നിലയിലേക്ക് വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അങ്ങനെ അന്തിമ രൂപം ആകുമ്പോഴായിരിക്കും ഈ കരാറിന്റെ കൂടുതൽ രൂപം അല്ലെങ്കിൽ ആ ഇളവുകൾ എവിടേക്കാണ് എന്ന് പ്രധാനമായിട്ട് നമുക്കറിയാം. ഒപ്പം ഈ ക്ഷീര കാർഷിക മേഖലയ്ക്കൊക്കെ തന്നെയും എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ തരത്തിലുള്ള ചോദ്യങ്ങൾ, അങ്ങനെ ഒരു ആശങ്കയുണ്ടായിരുന്നു ഈ കരാറിനെ സംബന്ധിച്ച്. പക്ഷേ അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് തന്നെ സർക്കാർ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സംരക്ഷണം ഏതിനൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ചോളം, ഗോതമ്പ്, അരി, പാൽ, ചീസ്, പുകയില ഉൽപ്പന്നങ്ങൾ, ചില പച്ചക്കറികൾ, മാംസം, ഒപ്പം വീട്ടുപകരണങ്ങൾ, ജൈവരാസവസ്തുക്കൾ, വസ്ത്രങ്ങൾ, തുകൽ, പാദരക്ഷകൾ, ഇവയ്ക്കൊക്കെ ഈ പകര ചുങ്കം അത് കുറയുന്നതായിരിക്കും. പ്ലാസ്റ്റിക്, റബ്ബർ, ജൈവരാസവസ്തുക്കൾ, വീട്ടുപകരണങ്ങൾ, കരകൗശല വസ്തുക്കൾ, ചില യന്ത്രങ്ങൾ, ഒപ്പം തന്നെ വിമാനങ്ങൾ, വിമാനഭാഗങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽസ്, രത്നങ്ങൾ, വൈരങ്ങൾ, ഇവയൊക്കെ തന്നെ ഈ തീരുവ ഒഴിവാകുന്ന ഗണത്തിൽപ്പെടുന്നതായിരിക്കും. ഇനി എന്തെല്ലാമാണ് ഈ അവകാശവാദങ്ങൾ എന്ന് നോക്കിയാൽ, കയറ്റുമതി രംഗത്ത് വലിയ വളർച്ചയുണ്ടാകുമെന്ന് പറയപ്പെടുന്നുണ്ട്. കൂടുതൽ തൊഴിലവസരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുമെന്ന് പറയുന്നുണ്ട്. നടപടിക്രമങ്ങളൊക്കെ ലളിതമാക്കും. ഇങ്ങനെയുള്ള അവകാശവാദങ്ങൾ കൂടി ഈ ഒരു കരാറുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്.